അച്ചുവും അപ്പുവും അമ്മായും അമ്മാവനും ആരവിൻ്റെ കൂടെ നേരത്തെ വീട്ടിലേക്ക് ചെന്നിരുന്നു. ആമി ചോട്ടുവിൻ്റെ കൈയും പിടിച്ച് ഹർഷൻ്റെ കൂടെ കാറിൽ കയറാൻ ഒരുങ്ങുകയാണ്. അബിയുടെ കാറിൽ കയറുന്ന ദേവുവിനെ ചോട്ടു കാണുന്നത്. അബിയുടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് അവളുടേതാണ്. അതിൽ മറ്റൊരാൾ കയറുന്നത് കണ്ടതും അനു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ ഓടിയെത്തി. ഞാൻ അബിയേട്ടൻ്റെ കൂടെ വന്നോളാം എന്നും പറഞ്ഞ് ഓടാനൊരുങ്ങിയ ചോട്ടുവിനെ ആമി പിടിച്ചു നിർത്തി. ചേച്ചി വീട് ഞാൻ അവരുടെ കൂടെയാണ്, ചേച്ചിക്കറിയാലോ ഫ്രണ്ട് സീറ്റ് എൻ്റേതാണെന്ന്. ചോട്ടു പറഞ്ഞത് കേട്ടതും ആമിയും ഹർഷനും പരസ്പരം ഒന്ന് നോക്കിപ്പോയി. ഒടുവിൽ ഹർഷൻ ആമിയും എന്തൊക്കെയോ പറഞ്ഞ് അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. ഇതെങ്ങാനും അബി കണ്ട അബി അവളെ മുന്നിലിരുത്തി ദേവുവിനെ പിന്നിലിരുത്തുമെന്ന് ഹർഷന് നന്നായിട്ടറിയായിരുന്നു. ഹോ, എനിക്ക് പെങ്ങന്മാരില്ലാത്തത് എത്ര നന്നായി. നന്ദിയുണ്ട് അച്ഛാ, നന്ദിയുണ്ട്. രണ്ടിലൊതുക്കി കളഞ്ഞില്ലേ. ഇല്ലേൽ തൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ആമിക്കിരിക്കാൻ പറ്റുമായിരുന്നു. ഇതൊക്കെയും ഹർഷൻ മനസ്സിൽ പറഞ്ഞതാണ്. ഹർഷൻ്റെ കാറിൻ്റെ പിൻ സീറ്റിൽ അവൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയും ആമിയുടെ അമ്മയുടെ അമ്മയുമായ ദേവകിയുണ്ട്. അവിടെ നിന്നും വീട്ടിലെത്താൻ 1 മണിക്കൂർ യാത്ര ചെയ്യണം. എല്ലാവരോടും യാത്ര പറഞ്ഞു അവരിറങ്ങി. അബിയുടെ വണ്ടി നീങ്ങി തുടങ്ങി. അന്നേരം ദേവുവിൻ്റെ കണ്ണുകൾ അവളുടെ പപ്പയിലേക്ക് നീണ്ടു. അല്പം മാറി നിന്നു കണ്ണുകൾ അമർത്തി തുടക്കുന്ന തൻ്റെ പപ്പയെ കണ്ടതും അവളുടെ ഹൃദയം ഇപ്പം തകർന്നു പോവും എന്ന പോലെ തോന്നിപ്പോയി. ഒരാവേശത്തിന് കല്യാണം വേണമെന്ന് പറഞ്ഞു പോയതാണ്. കൂടെ ജീവിക്കുന്ന ആളിൽ നിന്നോ പെങ്ങന്മാരിൽ നിന്നോ ഇതുവരെ ആയിട്ടും സ്നേഹത്തോടെയുള്ളൊരു നോട്ടം പോലും വന്നിട്ടില്ല. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. തനിക്ക് തൻ്റെ പപ്പയും ചേട്ടനും മതിയായിരുന്നില്ലേ? ആരോടുള്ള വാശിപ്പുറത്ത് അറിയാതെ എടുത്ത തീരുമാനം. ആ തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പെങ്ങന്മാർക്കിടയിൽ തനിക്കൊരു വിലയുമില്ലെന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു. ഏതൊരു കാര്യത്തിലും പെങ്ങന്മാർക്ക് മുൻതൂക്കം കൊടുക്കുന്നത് പോലെ അവൾക്കൊരു നിമിഷം പുച്ഛം തോന്നി. താനും ഒരു പെങ്ങളാണ്, ഒരിക്കലും തൻ്റെ ചേട്ടൻ്റെ സ്വകാര്യ ലൈഫിൽ താൻ ഇടപെടില്ല എന്നവൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. തനിക്ക് കിട്ടേണ്ട സ്ഥാനം ഉറപ്പായും കിട്ടിയിരിക്കും. പിന്നെ എന്തിന് താൻ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു കരടാവണം? ദേവു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഒന്ന് വണ്ടി നിർത്തോ? ദേവു പറയുന്നത് കേട്ട് അബി അവളെ ഒന്ന് നോക്കി. പ്ലീസ് ഒന്ന് നിർത്തൂ. അബി വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയതും ദേവു ഡോറും തുറന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന മകളെ കണ്ടതും ദേവൻ കണ്ണ് മിഴിച്ചു നോക്കി. പപ്പയുടെ അരികിലെത്തിയതും ദേവു അയാളെ ഇറുകെ പുണർന്നു. എനിക്ക് പോവണ്ട പപ്പ. എനിക്ക് പപ്പായും ദച്ചുവേട്ടനും മതി. എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. എനിക്ക് പപ്പയില്ലാതെ പറ്റില്ല. പപ്പയ്ക്ക് ഞാനില്ലാതെ പറ്റുമോ? ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. തൻ്റെ മകൾ പറയുന്നതൊക്കെയും കേട്ടതും അയാളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പപ്പയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദേവുവിനെ കണ്ടതും ദക്ഷ് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അവളെ പപ്പയിൽ നിന്നും അടർത്തി മാറ്റി സമാധാനിപ്പിച്ച് വീണ്ടും അബിയുടെ കാറിൽ കൊണ്ടിരുത്തി. കാറിനുള്ളിൽ തലയിട്ടുകൊണ്ട് ദക്ഷ് എന്തൊക്കെയോ ദേവുവിനോട് പറയുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്, കണ്ണ് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയും അബി നോക്കി നിൽക്കുകയാണ്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദക്ഷ് അബിക്ക് നേരെ തിരിഞ്ഞു ഒന്നുകൂടെ കൈകൊടുത്തു. വണ്ടി നീങ്ങി തുടങ്ങിയതും കാറിനുള്ളിൽ നിന്നും തലയിട്ടു ദേവു പിന്നെയും തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് നോട്ടം പായിച്ചു. വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടു. എന്നിട്ട് അവളുടെ ഏങ്ങലടികൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അബി തൻ്റെ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. വണ്ടിയുടെ ചലനം നിന്നതും അവൾ മെല്ലെ തല ഉയർത്തി നോക്കി. ഇങ്ങനെ കരയാനായിരുന്നേ പിന്നെ എന്തിനാ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? പതിവിലും വിപരീതമായി തെല്ലൊരു കുറുമ്പോടെ പറയുന്നവനെ ദേവു കണ്ണെടുക്കാതെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണവേ അവനെന്തോ അത് കണ്ടു നിൽക്കാനായില്ല. അവളോട് കുറച്ചുകൂടെ ചേർന്നിരുന്നു. ദക്ഷ പ്രത്യേകം പറഞ്ഞതാ അവൻ്റെ പെങ്ങളെ ഒരു കാരണവശാലും കരയിപ്പിക്കരുതെന്ന്. തൻ്റെ വിരലുകളാൽ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുക്കവേ അബി പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം കൊരുത്ത് വലിച്ചു. അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ളത് പ്രണയമാണോ, സഹതാപമാണോ, അതോ ആർക്കോ കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ടുള്ള കടമയാണോ? അതെന്താണെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത തരം ഒരവസ്ഥയിലായിരുന്നു അവൾ. പോവാം. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു തലയനക്കി. വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഒടുവിൽ അബിയുടെ വണ്ടി ഇരുനില വീടിന് മുന്നിൽ വന്ന് നിന്നതും അബിക്ക് പിന്നാലെ ദേവു ഇറങ്ങി. ഇരുവരെയും സ്വീകരിക്കാൻ എല്ലാവരും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ആമിയുടെ കയ്യിൽ നിന്നും നിലവിളിക്കം വാങ്ങി ദേവു വലത് കാൽ വെച്ച് അകത്ത് കയറുമ്പോൾ ആമിയുടെ മുഖത്തെ സന്തോഷമായിരുന്നേൽ ബാക്കിയുള്ളവരുടെ മുഖത്ത് എന്തൊക്കെയോ നിഗൂഢത മിന്നിമാഞ്ഞു. പിന്നീടുള്ള ചടങ്ങുകളൊക്കെയും ഓരോന്ന് അതിൻ്റെ മുറ പോലെ നടന്നു. അപ്പോൾ മോള് പോയി ദേവു ചേച്ചിയെ അബിയേട്ടൻ്റെ മുറിയിലാക്കി ഓർണമെൻറ്റ്സ് ഒക്കെ അഴിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യും. എനിക്കൊന്നും വയ്യ, വേണേൽ ആമി ചേച്ചി തന്നെ ചെയ്യൂ. ഞാനിപ്പം തന്നെ ഒരുപാട് ടയേർഡാണ്. മുഖത്തടിച്ച പോലെ പറഞ്ഞു അപ്പു തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ ആ പ്രവൃത്തിയിൽ ആമിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. അവള് അങ്ങനെയാ, എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് ടയേർഡാവും. ദേവു വാ, ഞാൻ മുറി കാണിച്ചു തരാം. അതും പറഞ്ഞ് ആമി ദേവുവിനെയും കൂട്ടി മുകളിലേക്ക് നടന്നു. അതിനിടയിൽ ആമി ഓരോന്ന് പറയുന്നുണ്ട്.
ഒരാളെങ്കിലും സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ എന്നോർത്ത് ദേവുവിന് ചെറിയൊരു ആശ്വാസം തോന്നി. ദേ, ഇതാണ് അഭിയേട്ടൻ്റെ മുറി. ഇനി മുതൽ ദേവുവിൻ്റെയും. ഒരു മുറി ചൂണ്ടിക്കൊണ്ട് ആമി പറഞ്ഞു. ദേവു, ഓർണമെൻറ്റ്സ് അഴിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ആമി പറഞ്ഞു. ആമി ചേച്ചി, ദേ അമ്മമ്മ വിളിക്കുന്നു. താഴെ നിന്നും അച്ചുവിൻ്റെ വിളി വന്നു. അയ്യോ, അമ്മമ്മ കുടിക്കാൻ ചൂടുവെള്ളത്തിന് ചോദിച്ചായിരുന്നു. ഞാൻ അക്കാര്യം മറന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ അച്ചുവിനെ പറഞ്ഞു വിടാം. വേണ്ട, ആമി ചേച്ചി പോയിക്കോളൂ, ദേവ് പറഞ്ഞു. ശരി, എന്നാൽ ദേവ് ചെല്ലി. അതും പറഞ്ഞ് ആമി താഴേക്ക് നടന്നു. ദേവ് മുറിയിലേക്ക് ചെന്നതും അവൾ ചുറ്റും കണ്ണോടിച്ചു. വൈറ്റ് തീമിൽ സെറ്റ് ചെയ്ത മുറിയിൽ ഓരോ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ ഭംഗിയായി ഒതുക്കി വെച്ചിരിക്കുന്നു. ഒരുപാട് കരഞ്ഞതുകൊണ്ടാവാം അവൾക്ക് നല്ല തലവേദന തോന്നി. അതിൻ്റെ കൂടെ സാരിയും ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടതിനാൽ അതിൻ്റേതായ ചില ഇറിറ്റേഷൻസും. ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങിയാൽ മതിയെന്നായിരുന്നു അവൾക്ക്. പപ്പയെ ഓർത്തപ്പോൾ വീണ്ടും കണ്ണു നിറയാൻ തുടങ്ങി. അപ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോറും തുറന്നു അഭി മുറിയിലേക്ക് വരുന്നത്. ടവൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം. പ്രതീക്ഷിക്കാതെ ദേവുവിനെ അവിടെ കണ്ട ഞെട്ടൽ അവൻ്റെ മുഖത്തുണ്ട്. വാർഡ്രോബിൽ നിന്നും ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും കയ്യിൽ പിടിച്ചു അഭി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഡ്രസ്സ് മാറി മുറിയിലേക്ക് വന്ന അഭി കാണുന്നത് ഓർണമെൻറ്റ്സ് അഴിക്കാൻ പാടുപെടുന്ന ദേവുവിനെയും. അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി ചീകുവാണ്. ലോങ് ചെയിൻ ജുംക ഇയറിങ്സ് അഴിക്കാൻ നേരാണ് മുടിയിൽ കുരുങ്ങി അവളിൽ നിന്നും ഒരു തരം വേദന നിറഞ്ഞ ശബ്ദം പുറപ്പെടുന്നത്. അന്നേരം അവനൊന്ന് തിരിഞ്ഞു നോക്കി. ചീർപ്പതിൻ്റെ സ്ഥാനത്ത് വെച്ച് അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അവൾ മുഖം തിരിഞ്ഞു നിന്ന് തൻ്റെ പ്രവൃത്തി തുടരുന്നുണ്ട്. തൻ്റെ കയ്യിൽ ആരുടെയോ പിടി വീണതും ദേവു തല ചരിച്ചു നോക്കി. പിന്നിൽ അഭി നിൽക്കുന്നു. അവൻ അവളുടെ കൈയെടുത്തു മാറ്റിയതും അവൾ വിശ്വാസം വരാത്ത മട്ടിൽ അവനെ ഒന്ന് നോക്കി. അന്നേരം അവൻ എന്താ എന്ന പോലെ പുരികം പൊക്കി. ശേഷം അവളെയും കൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ ഓർണമെൻറ്റ്സ് അഴിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇയറിങ്സും നെറ്റുചുട്ടി അഴിച്ചു മാറ്റി. ഇരുവരുടെയും കണ്ണുകൾ കണ്ണാടിയിലാണ്. അവരാരെങ്കിലും ഹെൽപ്പിന് വിളിക്കായിരുന്നില്ലേ? അതിനിടയിൽ അഭി ചോദിച്ചു. ആമി ചേച്ചി തിരക്കിലാണ്. ബാക്കി ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ. ദേവു തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ആര് പറഞ്ഞു ഇഷ്ടമില്ലെന്ന്? അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാം, നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ല. ദേവു പറഞ്ഞത് കേട്ടതും പിന്നെ അഭി ഒന്നും മിണ്ടിയില്ല. അവളുടെ നെക്ലേസും സാരിക്ക് മേലെയായി കിട്ടിയ ഹിപ്പ് ചെയിനും ഒക്കെ അഴിച്ചെടുക്കാൻ അവൻ അവളെ ഹെൽപ്പ് ചെയ്തു. ശേഷം ഹെയർ പിന്നും ഒക്കെയും അഴിച്ചു കൊടുത്തു. അവൻ്റെ പ്രവൃത്തിയിൽ അവളാകെ വണ്ടറടിച്ചു നിൽപ്പാണ്. ഇത്രയും നേരം കണ്ട ആളെയല്ല തൻ്റെ മുന്നിലുള്ളതെന്ന് അവൾക്ക് തോന്നി. എല്ലാം കഴിഞ്ഞതും അവൻ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ താടി പിടിച്ചുയർത്തിയതും അവൾ അവനൊന്ന് നോക്കി. നീ എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്നല്ലേ? നിന്നോട് ആരാ അത് പറഞ്ഞത്? അതാരെങ്കിലും പറയണോ? മനുവേട്ടൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. മനുവേട്ടനോ? അതാരാ? അഭിക്ക് സംശയം. അഭിമന്യു, മനുവേട്ടൻ. അതെൻ്റെ വാലത്ത് ഞാൻ സ്വന്തമാക്കിയതാ. അതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ, ചെറുതായി അവനിട്ട് കൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അഭിക്ക് ചെറുതായി ചിരി വന്നു പോയി. സങ്കടമൊക്കെ മാറിയോ? മുഖത്ത് വീണ് കിടക്കുന്ന അവളുടെ മുടി പിന്നിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് നല്ല സങ്കടം തോന്നുക. വീട്ടിലേക്ക് പോയാലോ എന്ന് വരെ തോന്നിപ്പോവുക. ഏത് നേരത്താണാവോ കല്യാണം കഴിക്കാൻ തോന്നിയത്. ഇവിടെ ഭയങ്കര ഒറ്റപ്പെടൽ. അനു അച്ചും അപ്പും ഒക്കെ എന്നോടൊന്നും ചിരിക്കുന്നു പോലുമില്ല. എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അതെ, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതി. പൊയ്ക്കോ, അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്നല്ല ചോദിച്ചത്, പൊയ്ക്കോ എന്ന് പറഞ്ഞതാ. ഡിവോഴ്സ് 6 മാസം കഴിയാതെ തരാൻ പറ്റില്ല. ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലെന്ന്. അതും പറഞ്ഞ് അവൾ മുഖം തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചതും അവൻ്റെ പ്രവൃത്തിയിൽ ദേവ് വിറങ്ങലടിച്ചു പോയിരുന്നു. ആരാ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്? എനിക്ക് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. അവളുടെ തോളിൽ താടി ഊന്നിക്കൊണ്ടവൻ പറഞ്ഞു. സത്യം? അവൻ പറഞ്ഞത് വിശ്വാസം വരാത്ത മട്ടിൽ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ആന്നേ. എന്നിട്ട് ഇത്രയും നാളോ അല്ലെങ്കിൽ നേരത്തെയോ ഒന്നും ഈ സ്നേഹം കണ്ടില്ലല്ലോ. ദേവുവിന് വീണ്ടും സംശയം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് എൻ്റെ പെങ്ങന്മാരുടെ മുന്നിൽ വെച്ച്. പക്ഷേ ഇവിടെ എത്തിയാൽ ഞാൻ നിൻ്റെ മാത്രം മനുവേട്ടനായി മാറിക്കോളാം. ഇവിടെ വെച്ച് നിനക്ക് എന്നോട് എന്തും പറയാം, എന്ത് കുറുമ്പും കാണിക്കാം. പക്ഷേ ഈ മുറിക്ക് വെളിയിൽ ഞാൻ മറ്റൊരാളായിരിക്കും. എൻ്റെ സിറ്റുവേഷൻ ഷിക മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എന്നെ ഷിക എന്ന് വിളിക്കണ്ട. പിന്നെ എന്താ വിളിക്കുക? ദേവുന്ന് വിളിച്ചാൽ മതി. അത് വേണ്ട, അതെല്ലാവരും വിളിക്കുന്നതല്ലേ. ഞാൻ അമ്മൂന്ന് വിളിച്ചോളാം. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അമ്മു, അത് പിന്നെ ദച്ചുവേട്ടൻ? അതെന്താ, നിന്റെ ദച്ചുവേട്ടന് മാത്രമേ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ? ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ.
അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ ചൊടികളിൽ നാണം വിരിഞ്ഞു. അവൾ അവനെ ഇറുകെ പുണർന്നു. ഇനിയും എൻ്റെ സഹായം വേണ്ടി വരുമോ? അവളുടെ കാതോരം ചെറുതായി മുത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവളിലൂടെ ഒരു തരം വിറയൽ കടന്നുപോയി. ഈ നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അബിയേട്ടാ, ദേ ഗോവിന്ദമാമ വിളിക്കുന്നു. അതോടെ ഇരുവരും അകന്നു മാറി. ബാക്കി നമുക്ക് രാത്രി സംസാരിക്കാം കേട്ടോ. അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ടവൻ പറഞ്ഞു. അതിനുശേഷം ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അനുവിനെ നോക്കി ഗൗരവത്തിൽ കാര്യം തിരക്കി താഴേക്ക് നടന്നു. അബി പോയതും അനു മുറിയിലേക്ക് കയറി വന്നു ദേവുവിനെ കടുപ്പിച്ചു നോക്കി. ദേവു അവളെ കണ്ട ഭാവം നടിച്ചില്ല. നീ കരുതുന്നുണ്ടാവും അബിയേട്ടൻ നിന്നെ കെട്ടിയതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് അബിയേട്ടൻ നിന്നെ കെട്ടിയത് പോലും. എന്തിനാണെന്നറിയോ? നിന്നെ ഇവിടെ ഇട്ട് വട്ടം കറക്കാൻ. എനിക്ക് വാക്ക് തന്നതാ നിന്നെ ഇവിടെ ഇട്ട് ഒരു പാഠം പഠിപ്പിക്കുകയെന്ന്. അതിന് ഫുൾ സപ്പോർട്ട് കാണുമെന്നും. ഈ അനു ആരാണെന്നേ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ കൂടെ എന്തിനും എൻ്റെ ഏട്ടനും കാണും. കുറച്ച് നാൾ നിന്നെ ഇട്ട് വട്ടം കറക്കി പിന്നെ ഒരു ഡിവോഴ്സ്, അതാണ് അബിയേട്ടൻ്റെ മനസ്സിൽ. അത്രയും പറഞ്ഞ് അനു ഒരു തരം ചിരിയോടെ മുറിവിട്ടിറങ്ങിയതും ഇത്രയും നേരം സന്തോഷിച്ച അവളുടെ ഹൃദയം പഴയതിനേക്കാൾ ഏറെ മുറിവേറ്റു. ഇതിപ്പോൾ അബി പറഞ്ഞതായിരിക്കുമോ അനു പറഞ്ഞതായിരിക്കുമോ സത്യം? അനു പറഞ്ഞത് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചേട്ടനും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും മനസ്സിൽ പറഞ്ഞ് ദേവു ഫ്രഷ് ആവാനായി ചെന്നു. ഇതേ സമയം അബിയുടെയും ദേവിൻ്റെ ഇടയിൽ ഒരു കരട് കൊണ്ടിട്ട് ആത്മസംതൃപ്തിയോടെ അനു താഴേക്ക് നടന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ദേവു അബിയെ കണ്ടതേയില്ല. ആരോടെങ്കിലും അന്വേഷിക്കാൻ വെച്ചാൽ ഒന്നുപോലും മുഖത്തേക്ക് നോക്കുന്നില്ല. ആമി നല്ല തിരക്കിലായിരുന്നു. കുട്ടിക്കുരുപ്പാണെങ്കിൽ അവളുടെ അബിയേട്ടനെ തട്ടിയെടുത്ത ഭൂതത്തെ പോലെ തന്നെ നോക്കുന്നുണ്ട്. പിന്നീട് രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ നേരാണ് ആളെ കണ്ടത് പോലും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ഇടവും വലവും ബോഡി ഗാർഡ്സിനെ പോലെ ചോട്ടു അപ്പും ഉണ്ട്. അതിനിടയിൽ ആരോ പറഞ്ഞേൽപ്പിച്ച കണക്കെ ചോട്ടു അവനോട് വാരിത്തരാൻ പറയുന്നുണ്ട്. അബി അവൾക്ക് വാരിക്കൊടുത്തതും അടുത്തയാൾക്കും വേണം. അപ്പു അവന് നേരെ വായ നീട്ടി. അവൾക്ക് വാരിക്കൊടുത്തതും അച്ചു അനുവും ചെന്നു. അബി വാരിക്കൊടുത്തതും അനു വിജയീ ഭാവത്തോടെ ദേവുവിനൊന്ന് നോക്കി. ദേവു തലയും താഴ്ത്തിയിരിപ്പുണ്ട്. ആമിക്ക് ദേവുവിൻ്റെ മുഖം കണ്ടപ്പോൾ നേരിയ സങ്കടം തോന്നി. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ ഇവരുടെ കുറുമ്പ് ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു ആമി കഴിപ്പ് തുടർന്നു. ഭക്ഷണത്തിലേക്ക് കൈയിട്ടിളക്കുന്ന ദേവുവിനെ അബി ശ്രദ്ധിച്ചിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കുകയായിരുന്നു. ആമയാണ് ദേവുവിനെ സാരി ഉടുപ്പിച്ചതും പാൽ ഗ്ലാസും കയ്യിൽ കൊടുത്ത് മുറിയിലേക്ക് ആക്കിയതും. അബിയേട്ടൻ ഇപ്പം വരുമെന്ന് പറഞ്ഞ് ആമി താഴേക്ക് പോയി. അവൾ ആദ്യ രാത്രി ആഘോഷിക്കുന്നതേ എനിക്കൊന്ന് കാണണം എന്നും മനസ്സിൽ പറഞ്ഞു. അനു ആരെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും അബി ധൃതിയിൽ വരുന്നതും ഡ്രസ്സ് മാറാൻ പോകുന്നതും ഒക്കെയും കണ്ടു ദേവ് കാര്യം മനസ്സിലാവാതെ അങ്ങനെ ഇരുന്നു. കുറച്ച് നിമിഷത്തിനകം അബി ഡ്രസ്സ് മാറി അവളുടെ അരികിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റൂ. ഐ എം സോറി, എന്നെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ലേറ്റാവും, നീ കിടന്നു. പേടിയാണെങ്കിൽ ആമിയുടെ കൂടെ കിടന്നാൽ മതി എന്നും പറഞ്ഞു അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പോവുകയായിരുന്നു. അവളുടെ മുഖം വാടിയത് അബി ശ്രദ്ധിച്ചിരുന്നു. ഇതും കൂടി ആയപ്പോൾ ദേവ് ശരിക്കും തളർന്നു പോയിരുന്നു. അവനോടൊപ്പം അവളും താഴെ ചെന്നിരുന്നു. തിരികെ അവൾ സ്റ്റെയർ കയറി വരുന്നത് കണ്ടതും അപ്പു ഓടിച്ചെന്ന് അനുവിന് സിഗ്നൽ കൊടുത്തു. അനുവിൻ്റെ മുറി കടന്നാണ് അബിയുടെ മുറിയിലേക്ക് പോവേണ്ടത്. ദേവ് മുറിക്കരികിലേക്ക് എത്തിയപ്പോഴാണ് അനുവും അപ്പുവും സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. അനുവേച്ചി, എന്നാൽ ഈ അബിയേട്ടന് ജോലിയോട് ഇത്രയ്ക്കും ആത്മാർത്ഥതുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഫസ്റ്റ് നൈറ്റ് വേണമെന്ന് വെച്ചിട്ട് ഡ്യൂട്ടി എന്നും പറഞ്ഞു പോവോ? എടി അപ്പു, നിനക്ക് എന്തറിയാം? അതൊക്കെ അബിയേട്ടൻ്റെ ഒരു ട്രിക്കല്ലേ. എമർജൻസിയുള്ള ഒരു തേങ്ങയുമില്ല. ഇന്നത്തെ ഫസ്റ്റ് നൈറ്റിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ, അത്രയേ ഉള്ളൂ. അവൾക്കൊരു ഡൗട്ടും തോന്നരുതല്ലോ. ഇനി എത്ര എമർജൻസി വരാൻ കിടക്കുന്നു. ദേവു കേൾക്കാൻ പാകത്തിൽ തന്നെയാണ് ഇരുവരുടെയും സംസാരം. ഇത് കേട്ടതും ദേവുവിൻ്റെ സങ്കടം ഇരട്ടിച്ചു. അവൾ മുറിയിലേക്ക് നടന്നു. ദേവു നടന്ന് നീങ്ങുന്നത് കണ്ടതും അപ്പു അനുവും പിന്നിൽ നിന്ന് നിഗൂഢമായി മന്ദഹസിച്ചു. മുറിയിലെത്തിയ ദേവു എന്തൊക്കെയോ തീരുമാനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നിദ്രയെ പുൽകി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അബി മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു എമർജൻസി കേസ് വന്നിട്ടേ ഇല്ലെന്ന്. പക്ഷെ കോൾ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി നമ്പറിൽ നിന്നും. അതെങ്ങനെ സംഭവിച്ചു? അന്വേഷിച്ചപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. ദേവുവിൻ്റെ വാടിയ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും അവൻ കൂടുതൽ അന്വേഷണത്തിന് മുതിരാതെ പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു. വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടതും പൊടുന്നനെ വണ്ടി ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെ വണ്ടിയൊക്കെ ശരിയാക്കി അബി വീട്ടിലെത്തിയപ്പോഴേക്കും 3 മണി കഴിഞ്ഞിരുന്നു. സ്പെയർ കീ കയ്യിലുണ്ടായിരുന്നു. ഡോർ തുറന്നു അകത്ത് കയറി തൻ്റെ മുറിയിലെത്തി. മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെയും മുറിയിലെ ഒരു ഭാഗത്ത് അടച്ചു വെച്ചിരിക്കുന്ന പാൽ ഗ്ലാസും കണ്ടു അവൻ്റെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി വന്നു ദേവുവിൻ്റെ അരികിൽ വന്ന് കിടന്നു. മുഖം തിരിഞ്ഞ് കിടക്കുന്നവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തി. അവളുടെ നെറുകയിൽ സ്നേഹചുംബനം ചാർത്തിയതും
ആ നിമിഷം അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് കിടന്നു. അവനവളെ പൊതിഞ്ഞു പിടിച്ചു തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ദക്ഷ് 2 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. എടാ, എനിക്കൊരു പെങ്ങളുണ്ട്, ദേവാൻഷിക, എൻ്റെ അമ്മു. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലെ നേരാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചു തരട്ടെ? ഒന്ന് നന്നാക്കി തന്നാൽ മതി. നീ ആകുമ്പോൾ അവൾ താനേ നന്നായിക്കോളും. എൻ്റെ പൊന്നു മോനെ, വീട്ടിലുള്ള 5 കൊണ്ട് തന്നെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. അതിൻ്റെ കൂടെ നിന്റെ തല തെറിച്ച പെങ്ങളെ കൂടെ എനിക്ക് വയ്യേ. ഞാനൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. ആണോ? എടാ, ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. പപ്പ അവളുടെ വിവാഹം നടത്തുന്ന സമയം ഞാൻ നിന്റെ പേരെന്തായാലും സൂചിപ്പിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവളിപ്പോൾ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നീ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അഭി ചോദിച്ചു. സംശയമേ വേണ്ട. ഞാൻ വേണേ നിനക്ക് അവളുടെ ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയുമല്ല, സ്വഭാവം കൂതറാണേലും കാണാൻ അടിപൊളിയാ. നിന്റെ ലുക്കിനോട് കട്ടക്ക് പിടിച്ചു നിന്നോളും. നീ നോക്കിക്കേ. ദക്ഷ് തൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അഭിക്ക് നേരെ തിരിച്ചു. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഒന്ന് പോയേ ദക്ഷ്, എനിക്ക് ഫോട്ടോ ഒന്നും കാണണ്ട എന്നും പറഞ്ഞ് അഭി ഫോട്ടോ ഒന്നും നോക്കുപോലും ചെയ്യാതെ തൻ്റെ ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. എടാ, നിനക്കെൻ്റെ പെങ്ങളെ കെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം. നിന്റെ 2ാമത്തെ അനിയത്തി അനിക, അവളെ എനിക്ക് തന്നേക്ക്. അപ്പോൾ പിന്നെ സംഭവം ഓക്കെ ആയില്ലേ? അത് ശരി. അപ്പോൾ അവളെ കെട്ടാൻ വേണ്ടിയാണ് ഈ വളഞ്ഞു മൂക്ക് പിടിക്കൽ പരിപാടി. നീ എൻ്റെ കൂട്ടുകാരനായിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടിയാനെ. അഭി കൃത്രിമ ദേഷ്യം കാട്ടി. നീ കരുതും പോലെ ഒന്നും ഇല്ലെന്ന്. എടാ, ചെറിയൊരു ഇഷ്ടം അത്രേ ഉള്ളൂ. നന്നായി ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. സമയമുണ്ടല്ലോ. ആ നേരത്താണ് ദക്ഷിണ അന്വേഷിച്ചു അവൻ്റെ ഒരു സ്റ്റാഫ് വരുന്നത്. ദക്ഷ് അയാളുടെ കൂടെ പോയതും അഭി വീണ്ടും ഫോണിലേക്ക് ദൃഷ്ടി കൊടുക്കാൻ നേരാണ് ദക്ഷിൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ കാണുന്ന പെണ്ണിലേക്ക് അവൻ്റെ കണ്ണുകൾ അറിയാതെ ഉടക്കുന്നത്. ഒരു നിമിഷം അഭിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണുകൾ ആ മുഖത്തോട് അലഞ്ഞു നടന്നു. പിന്നീട് അവൻ്റെ നോട്ടം ചെന്നെത്തിയത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന കറുത്ത കുഞ്ഞു മറുകിലേക്കും. അവളുടെ വെളുത്ത കഴുത്തിൽ ആ മറുക എടുത്ത് കാട്ടുന്നുണ്ട്. അവളുടെ അഴക് തന്നെ അതാണെന്ന് അവനൊരു നിമിഷം ചിന്തിച്ചു പോയി. എവിടെയൊക്കെയോ ദക്ഷിൻ്റെ ചായയുണ്ട്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അവൻ തലകുടഞ്ഞു നോട്ടം മാറ്റുകയായിരുന്നു. അഭി ചിന്തയിൽ നിന്നുണർന്നുകൊണ്ട് തൊട്ടരികിൽ കിടക്കുന്ന പെണ്ണിലേക്ക് നോട്ടം പതിപ്പിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ആകമാനം ഒഴുകി നടന്നു. അവസാനം അത് എത്തി നിന്നത് കഴുത്തിൽ ആ മറുകിലേക്കും. ആരുടെയോ സാമീപ്യം തിരിച്ചറിഞ്ഞ ദേവ് ഭയത്തോടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയായിരുന്നു. അമ്മോ, പേടിക്കണ്ട, ഇത് ഞാനാ, നിന്റെ മനവേട്ടൻ. അപ്പോഴാണ് അവൾക്ക് നേരിയ ആശ്വാസം തോന്നിയത്. താൻ അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നു എന്ന് തോന്നി അവൾ ഒരു തരം വിറയലോടെയും പരിഭ്രമത്തോടെയും അവനിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങി. അത് മനസ്സിലാക്കി അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് കിടത്തുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ പിന്നെയും അവളിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴാ വന്നേ? അവനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ദേവ് ചോദിച്ചു. ഞാനിപ്പം വന്നതേ ഉള്ളൂ. എമർജൻസി ഒക്കെ കഴിഞ്ഞോ? അവനൊന്ന് മോൾക്ക് മാത്രമേ ചെയ്തുള്ളൂ. അവൻ്റെ കണ്ണുകൾ പിന്നെയും അവളിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അവൻ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടി വകഞ്ഞു മാറ്റി. അവൻ്റെ കൈവിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ താഴേക്ക് ഒഴുകി നടക്കുന്നുണ്ട്. പിന്നീട് അതരങ്ങളിൽ എത്തി നിന്നു. അവളുടെ അതരങ്ങളെ അവൻ തഴുകി. അവൻ്റെ കണ്ണുകളിലെ പ്രണയഭാവം അവളൊരു നിമിഷം നോക്കി നിന്ന് പോയിരുന്നു. അവൻ്റെ മുഖം തൻ്റെ അതരങ്ങളെ ലക്ഷ്യമിട്ട് താഴ്ന്നു വരുന്നത് കണ്ടതും അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന ദേവു അവനെ പിടിച്ചു തള്ളി. എന്നെ തൊടണ്ട, അതും പറഞ്ഞ് അവൾ മുഖം തിരിഞ്ഞു കിടന്നു. അവളിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആദ്യ രാത്രി തനിച്ചാക്കി പോയത് കൊണ്ടുള്ള പിണക്കമാണെന്നാണ് അവൻ കരുതിയത്. അവൻ അവളുടെ കിടത്തം കുറച്ചു നേരം നോക്കി നിന്നു. ഇറക്കി വെട്ടിയ പുറം കഴുത്തിലൂടെയും നഗ്നമായ ഇടുപ്പിലൂടെയും അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഒഴുകി നടന്നു. അവളുടെ മുടി വകഞ്ഞു മാറ്റി തോളിൽ ചുംബിച്ചതും അവളുടെ ശരീരം വിറപ്പൂണ്ടു. അവളൊന്ന് കണ്ണടച്ചു തുറന്നു. എന്നെ തൊടണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കറിയാം. എനിക്കിട്ട് പണി തരാൻ വേണ്ടിയല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഫസ്റ്റ് നൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലേ എമർജൻസി ആണെന്ന് പറഞ്ഞു പോയത്. അനു എന്നോടെല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞു എന്നെ ഡിവോഴ്സ് ചെയ്യും അല്ലേ? എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും തൊടലും ഉമ്മവെക്കലൊക്കെയും അതിനിടയിലുള്ള മുതലെടുപ്പാണല്ലേ? ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നേ ചേട്ടനും പെങ്ങന്മാരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. മാറി നിൽക്കുക അവിടെ നിന്നും പറഞ്ഞ് അവനെയും തള്ളി മാറ്റി അവൾ സെറ്റിയിൽ പോയി കിടന്നതും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ അഭി ഒരു നിമിഷം പകച്ചു പോയിരുന്നു. അതിനിടയിൽ ദേവ് പറഞ്ഞ കാര്യങ്ങൾ അവനെ ചൊടിപ്പിച്ചിരുന്നു. താൻ അവളോട് കാണിക്കുന്ന സ്നേഹം മുതലെടുപ്പാണെന്ന്. അവൾക്ക് വേണ്ടിയാണ് അത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും ശരിയാക്കി ഓടി വന്നത് പോലും. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ഈ അനു അതിനിടയിൽ കുത്തിത്തിരിപ്പും തുടങ്ങിയോ? ഇങ്ങനെ പോയാൽ ഹർഷം പറഞ്ഞതുപോലെ ഇവിടെ സംഭവിക്കുള്ളൂ, അഭി ചിന്തിച്ചു. ഇതേ സമയം ദേവ് പുതിയ കളികൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അനു ഒഴികെ ബാക്കിയുള്ള പെങ്ങന്മാരെ എങ്ങനെയെങ്കിലും തൻ്റെ പക്ഷത്താക്കണം.
അതിനാദ്യം വേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സിൽ കയറി പറ്റണം. ആദ്യം ചോട്ടുവിൽ നിന്ന് തുടങ്ങാം. ദേവു കാര്യമായ ചിന്തയിലായിരുന്നു. അങ്ങനെ ഓരോന്നും ചിന്തിച്ചു ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു.